ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുകന്യ വീണ്ടും ബാഗ് എടുത്ത് പോകാൻ ഇറങ്ങുമ്പോൾ ധർമ്മൻ തടയുവാണ്. ആ സമയത്ത് ആകാശ് വന്ന് വാതിൽ തട്ടാണ് കേട്ടോ. അപ്പോൾ ആകാശ് വാതിൽ തട്ടുമ്പോൾ തന്നെ ധർമ്മൻ പോയി തുറന്നു കൊടുക്കുകയാണ്. അന്നേരം അകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ധർമ്മൻ്റെ ഒരു ചമ്മലാവുന്നുണ്ട്. കാരണം ബാഗൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. പെട്ടെന്ന് അത് തുടച്ചിട്ട് പറയാം, ഇത് ഭയങ്കര പൊടിയാണ്, അതുകൊണ്ടാണ് ഈ ബാഗൊക്കെ എടുത്തതെന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, മാമ വീണെടുത്ത് കിടന്ന് ഉരുളേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മാമൻ്റെ അടുത്തൊരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ കുടുംബത്തിനകത്തുള്ള പലരുടെയും പരസ്പര സ്നേഹവും സാഹോദര്യവും ഇതൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളോട് എന്നെക്കുറിച്ച് നല്ലത് പറയാനോ ഉപദേശിക്കാനോ ഒന്നും പോവരുത്. എനിക്ക് അത്രമാത്രം പറയാവുള്ളൂ മാമാന്നും പറഞ്ഞിട്ട് സുകന്യ ഒന്ന് നോക്കിയിട്ട് ആകാശം അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. അപ്പോൾ സുകന്യ വീണ്ടും ധർമ്മനോട് പറയാം, കണ്ടോ ഇത്രയൊക്കെ ആയിട്ട് അവൻ്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ എന്ന്. ധർമ്മനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മിത്ര ഇങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഗോമതി ഫോണിൽ വിളിക്കുകയാണ്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ, തിരിച്ചു വരാറായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, ദേവി ചേച്ചി അടുത്തില്ലേ? ദേവി ഇപ്പോൾ ഇല്ല, അവൾ റൂമിലാണുള്ളത്. ഞാനിവിടെ ഒരു മൃത്യുഞ്ജയ ഹോമത്തിന് കൊടുത്തിരുന്നല്ലോ, അതിൻ്റെ പ്രസാദം വാങ്ങാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കാണ് വന്ന മോളെ. പിന്നെ ഇനിയിപ്പോൾ വൈകിട്ടൊരു പൂജ ഉണ്ടല്ലോ, അതുകൂടെ കഴിഞ്ഞിട്ട് നാളെ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അപ്പച്ചി വേറെന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനു എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. മീനാക്ഷി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ മീനാക്ഷി അങ്ങോട്ട് വരുവാണ് കേട്ടോ. ആരാ ഫോണിൽ? അമ്മയാണോ? ഇങ്ങോട്ട് തന്നെ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കയ്യിൽ ഫോൺ എടുക്കാം കേട്ടോ. അപ്പോൾ മീനാക്ഷി സംസാരിക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട്, ചേച്ചി സ്പീക്കറിലിട്ട് സംസാരിക്കുക, അപ്പോൾ എനിക്കും കൂടെ കേൾക്കാമല്ലോ എന്ന്. അപ്പോൾ ഗോമതി മീനാക്ഷിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് മിത്ര ഉറച്ച് ചോദിക്കാനുണ്ട്, അപ്പച്ചി ഇവിടുന്ന് പോയപ്പോഴേ ഇവിടുത്തെ അധികാരങ്ങളെല്ലാം കൈമാറ്റം ചെയ്തിട്ടാണോ പോയത്? അതെന്താണ് നീ അങ്ങനെ പറയുന്നത്? അതല്ല, രാവിലെ തന്നെ അങ്കിള് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ബാഗും കടയിലെ താക്കോലും ഒക്കെ എടുത്തു കൊടുക്കുന്നത് ആരാ സാധാരണ? അപ്പച്ചിയല്ലേ. ഇന്ന് അത് സുകന്യ ചേച്ചിക്ക് അധികാരമൊക്കെ കൈമാറിയോന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്താ നീ അങ്ങനെ പറയണേ? ഞാൻ സുകന്യയല്ലല്ലോ ഏൽപ്പിച്ചത്, ഞാൻ മീനാക്ഷിയോടല്ലേ പറഞ്ഞിരുന്നത് അതെടുത്ത് കൊടുക്കണമെന്ന്. അവൾ എന്തേ അത് ചെയ്തില്ലേ? പക്ഷേ ഇന്ന് രാവിലെ സുകന്യ ചേച്ചി അത് അങ്കിളുടെ കയ്യിൽ എടുത്ത് കൊടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നീ മീനാക്ഷിയുടെ കൊടുത്തേ, എന്താ മീനാക്ഷി നീ ചെയ്യാത്ത? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അയ്യോ അമ്മേ, അത് നീ ഒന്നും പറയണ്ട, നിന്നെ ഏൽപ്പിച്ചൊരു കാര്യം നീ ചെയ്തില്ലല്ലേ. അപ്പോൾ വീണ്ടും മിത്ര പറയാ, അല്ല അപ്പച്ചി പറഞ്ഞിട്ടല്ലേ അപ്പോൾ അവരത് ചെയ്തത്? അല്ലെന്നേ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ മീനുവിനോട് മാത്രമേ പറഞ്ഞോളൂ അങ്ങനെ ചെയ്യണമെന്ന്. അത് ശരി, എന്തായാലും അപ്പച്ചി ഒരു കാര്യം തീരുമാനിച്ചു. അപ്പച്ചി ഇല്ലാത്ത ഈ 2 ദിവസവും ഇവിടെ വേറെ പലരും ഇവിടുത്തെ അധികാരങ്ങളൊക്കെ കൈ കടത്തുന്നുണ്ട്, എന്നിട്ട് എല്ലാവരും അങ്ങ് അടിച്ച് ഭരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സുകന്യ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നുള്ളത് ഗോമതിക്ക് മനസ്സിലാവണം. എത്രയും വേഗം അപ്പച്ചി തിരിച്ച് വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും വയ്ക്കണം. എന്നിട്ട് മീനാക്ഷി പറയണുണ്ട്, എന്തിനാ മിത്രേ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കണേ? ഒന്നാതെ ഇവിടെ ആവശ്യത്തിൽ പ്രശ്നമുണ്ട്, അമ്മ സമാധാനമായിട്ട് പോയിട്ട് വരില്ലേ, നീ എന്തിനാ ഇതൊക്കെ പറയാൻ പോയെ? സാരമില്ലെന്നേ, അപ്പച്ചി ഇതൊക്കെ അറിഞ്ഞിരിക്കട്ടെ എന്ന്. ഇങ്ങനെ മീനാക്ഷി പോകാൻ വേണ്ടി ഇറങ്ങാട്ടോ. അപ്പോൾ മിത്ര അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അതാ കയറി വരുന്നു ആകാശ് 4 കാലിൽ. ഇന്നലെ കുടിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും വാക്ക് കൊടുത്തതല്ലേ, എന്നിട്ട് ഇന്ന് വീണ്ടും കുടിച്ച് ലെക്ക് കെട്ട് കയറി വന്നിട്ടുണ്ട്. അയ്യോ, അത് കാണുമ്പോൾ തന്നെ മിത്ര പേടിച്ച് പോവാട്ടോ. കാരണം എന്ന് വെച്ചാൽ അങ്കിൾ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തോടുകൂടി പോക്കാം. സുകന്യ പോയി പരാതി പറഞ്ഞു കൊടുക്കൂലേ? അയ്യോ, എന്താ ആകാശേട്ടാ ഈ കാണിക്കുന്നതെന്നും പറയാം. ആ സെറ്റിയിലോട്ട് അങ്ങ് വീഴാട്ടോ ആകാശ്. ആ സമയത്ത് മീനാക്ഷി അങ്ങോട്ട് വരുക. ആകാശേ, എന്ത് പണിയെ കാണിച്ചത്? നിന്നോട് കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും കുടിച്ചോ? ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താ നിനക്കറിയോ? എന്ത് ഭവിഷ്യത്ത്? ഒന്നും വരാനില്ല, ഇത് എൻ്റെ വീട്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, ആര് ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിന് ബോധമേ ഇല്ല. അവസാനം മീനാക്ഷിയോട് മിത്ര പറയാ, ചേച്ചി എത്രയും വേഗം ആകാശേട്ടനെ മുറിയിലേക്ക് മാറ്റണം. ആ സുകന്യ ചേച്ചി കണ്ടുകൊണ്ട് വന്നാൽ ഇന്നിത് ആ അങ്കിളിൻ്റെ കാത്തിലെത്തിക്ക് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് ശരിയാണല്ലോ. ആകാശ് എണീറ്റ് വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഞാൻ പോവില്ല, ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ എന്ന് ആകാശ്. അപ്പം മിത്ര പറയുന്നുണ്ട്, ആകാശേട്ടാ ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാകാതെ മുറിയിലേക്ക് പോ. എൻ്റെ പൊന്നു പെങ്ങളെ, എനിക്ക് പറയാനുള്ളതെല്ലാം എനിക്ക് പറയണം, അത് ഇവിടെ ഇരുന്ന് എന്നെ പറയണമെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ആകാശിന് പറയാനുള്ളതെല്ലാം ഞാൻ കേട്ടോളാം, ഞാൻ എന്തായാലും സമാധാനമായിട്ട് കേൾക്കും, എന്നോട് പറയാമല്ലോ. പറയാം, എല്ലാം നിന്നോട് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുറിക്കകത്ത് പോയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് പോവാട്ടോ. അപ്പോൾ ആകാശ് പറയാം, എന്നെ നീ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നടക്കാൻ അറിയാം. അപ്പോൾ മീനാക്ഷി കൈ വിട്ട് കൊടുക്കുമ്പോൾ വീണ്ടും ആകാശം മറിഞ്ഞു വീഴാൻ പോവുക. എങ്ങനെയെങ്കിലും താങ്ങി പിടിച്ച് മുറിക്കകത്ത് കൊണ്ട് എത്തിക്കിട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മിത്ര അവിടെ നിന്നോട്ട് പഠിക്കുകയാണ്. ആ സമയത്ത് ഓടി വരുന്നുണ്ട് സുകന്യ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മിത്ര ഇവിടെ ഒരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഉച്ചത്തിൽ ആരോ സംസാരിക്കുന്ന പോലെ കേട്ടില്ലേ? ഞാൻ കേട്ടില്ലല്ലോ.
പക്ഷേ ഞാൻ അകത്ത് നിന്നപ്പോൾ കേട്ടു. ആരാ ഇവിടെ? എന്താ സുകന്യ ചേച്ചി പറയണേ? ഞാൻ ഇവിടെ ഇരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ, ഇത്രയും നേരം പഠിച്ചുകൊണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് ആര് സംസാരിക്കാം? ശരി എന്ന് കൊണ്ട് മിത്രയുടെ കള്ളലക്ഷണം സുകന്യയ്ക്ക് മനസ്സിലാവണം. എന്തോ പന്തി കേട്ടുണ്ടല്ലോ, ഇവളെന്തോ മറയ്ക്കുന്നുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന സമയത്താണ് മീനാക്ഷി ആകാശിനോട് മുറിക്കാത്തിരുന്ന് സംസാരിക്കണത് നമ്മളെ സുകന്യ ഒളിഞ്ഞു നിന്ന് കേൾക്കാട്ടോ. അപ്പോൾ മീനാക്ഷി അപ്പോഴടുത്തും സുകന്യയ്ക്ക് മനസ്സിലായി, ചുമ്മാതല്ല ഇവൾ കള്ളം പറഞ്ഞത്, കുടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാനെങ്ങാനും ബാലേട്ടനോട് പറഞ്ഞു കൊടുക്കുമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്, കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് മറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി പറയാണ് കേട്ടോ ആകാശിനോട്, ആകാശ നീ എന്തിനാ ഇങ്ങനെ കുടിച്ചിട്ട് വന്നത്? നിനക്ക് അല്പമെങ്കിലും ബോധവും വിവരമൊക്കെ ഉണ്ടോ? ഇന്നലെ തന്നെ ആ സുകന്യ ചേച്ചി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, നമ്മളിവിടുന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നീ ചിന്തിച്ചോ? ഇനി പങ്ങൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കും? സുകന്യ ചേച്ചോ? അവരാരാ എൻ്റെ? അവർ വലിയ പത്രാസുകാരിയായിരിക്കും, എൻ്റെ അടുത്ത് അന്ന് നടക്കില്ല, അവർക്ക് ഒരു ബഹുമാനവും ഞാൻ കൊടുക്കില്ല. പിന്നെ ഇപ്പം കൊടുക്കുന്ന ഈ സ്നേഹവും ബഹുമാനേ അവർക്കുള്ളതല്ല, അതെൻ്റെ മാമന് വേണ്ടിയിട്ടുള്ളതാണ്, മാമന് കൊടുക്കാൻ ഉള്ളത് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരാര് മൈൻഡ് ചെയ്യുന്നു? അവരുടെ ഒരു ഭാവവും പത്രാസും കണ്ടാലേ എവിടുന്നോ പൊട്ടി മുളച്ചതെന്നാണ് വിചാരം. എടി മീനാക്ഷി, എനിക്ക് നല്ല സംശയമുണ്ട്, ഇവർക്ക് വട്ടാണോ, ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മീനാക്ഷി പറഞ്ഞു, ആകാശ് ശരിക്കും ബിയറാണ് കുടിച്ചതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എന്തായാലും ബിയർ കുടിച്ചാലും ബ്രാൻഡി കുടിച്ചാലും ഇനി വേറെന്തെങ്കിലും കുടിച്ചാലും ബോധം പോയി കഴിഞ്ഞാൽ കള്ള് കുടിച്ചതുപോലെ തന്നെയല്ലേ. ആ സുകന്യ ചേച്ചിക്കാണെങ്കിൽ കള്ള് കുടിക്കുന്നവരെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഭയമുണ്ട്. അവർ പറഞ്ഞില്ലേ, അവരുടെ ജീവിതത്തിൽ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ടാവും, അതാണ് അവർക്ക് ഇത്ര പേടി, ഭയം എന്നിങ്ങനെ മീനാക്ഷി ആകാശിനോട് പറയുമ്പോൾ സുകന്യ കേട്ടോണ്ട് നിന്നിട്ടൊന്ന് ഞെട്ടി പോവാട്ടോ. സുകന്യയുടെ ശരിക്കുള്ള ജീവിതം പോലെ പറയുന്നുണ്ട്. ഉടനെ തന്നെ ആകാശ് ചോദിക്കുന്നുണ്ട്, എൻ്റെ സംശയം അതൊന്നുമല്ല, ഏതോ കള്ളുകുടിയനെ ഇവൾ കല്യാണത്തിന് മുമ്പേ പ്രേമിച്ചിട്ടുണ്ടാവും, അതിൽ നല്ല അനുഭവം കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇത്ര പേടിയെന്ന്. അത് കേൾക്കുമ്പോൾ അടുത്ത ഞെട്ടലുണ്ടാവും കേട്ടോ സുകന്യയ്ക്ക്. സുകന്യ പേടിച്ച് പറിക്കുക, ഇവർ പറയുന്നതൊക്കെ സത്യമാണല്ലോ എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആലേക്കുണ്ട്, നിനക്കൊക്കെ രണ്ടിന് ഞാൻ വെച്ചിട്ടുണ്ട്, ബാലേട്ടൻ വന്നോട്ടെ, ആരാണ് ഇവിടുന്ന് വെളിയിൽ പോവേണ്ടത് ഞാൻ കാണിച്ചു തരാം, ഇന്നത്തോടെ രണ്ടിനെ പുറത്താക്കും എന്ന് സുകന്യ അവിടെ നിന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആകാശ് മീനാക്ഷിയോട് പറയാം, ഈ വീട് എൻ്റെയാണ്, ഇവിടുന്ന് ഞങ്ങൾ പോവേണ്ടി വരില്ല മീനാക്ഷി, അവർ വേണമെങ്കിൽ ഇറങ്ങി പൊക്കോട്ടെ, ഞാൻ പോവില്ല, ഇതെൻ്റെ വീടാണ്, എന്നെ അങ്ങനെ ആർക്കും അടിച്ചിറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി പറയാം, അച്ഛൻ വന്നാൽ ആകെ പ്രശ്നമാവും, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്, എന്താ നീ പറഞ്ഞാൽ കേൾക്കാത്തത്? എനിക്ക് വാക്ക് തന്നതല്ലേ ആകാശേ, വാക്ക് നീ തെറ്റിച്ചല്ലേ, എന്നോട് നിനക്കൊരു സ്നേഹമില്ലേ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രിയാകുമ്പോൾ ബാലൻ വരുന്നുണ്ട്. വന്നോടനെ തന്നെ മിത്ര അവിടെ ഇരിക്കുന്നുണ്ട്. മിത്രയുടെ കയ്യിലേക്ക് താക്കോലും ബാഗും കൊടുത്തിട്ട് പൂജാമുറിയിലേക്ക് വെക്കാൻ പറയാം കേട്ടോ. എന്നിട്ട് വച്ചിട്ട് വയ്ക്കാൻ പോണ സമയത്ത് തന്നെ പെട്ടെന്ന് എന്തോ മിത്രയുടെ മുഖത്തൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. എന്ത് പറ്റി മിത്രയെ, നിനക്ക് നീ എന്താ പേടിച്ചതുപോലെ, എന്തോ വെപ്രാളം പെട്ടതുപോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗോമതി വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു, രാവിലെ വിളിച്ചിരുന്നു, ഇനി വൈകിട്ടൊരു കെടുതിപ്പൂജ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൂടെ കഴിഞ്ഞിട്ട് നാളെ വരുമെന്നാണ് പറഞ്ഞത്. അത് ശരി, എന്നാൽ പിന്നെ മോള് പിന്നെ എന്താ വിറയ്ക്കുന്ന പോലെ? ഒന്നുമില്ല, പേടിച്ച് നിൽക്കാട്ടോ മിത്ര, ഇനിയിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോക്കാണല്ലോ. അങ്ങനെ മിത്ര അത് വയ്ക്കാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലാമ്പടം ബാലൻ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുക. ആ സമയത്ത് ഓടി വരുന്നുണ്ട് സുകന്യ. ബാലേട്ടാ ഒന്ന് നിൽക്കുമോ, എനിക്കൊന്ന് സംസാരിക്കണം. എന്താ മോളെ കാര്യം? അല്ല ബാലേട്ടൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആകാശ് ഇനി ഇവിടെ കുടിച്ചിട്ട് വരില്ല എന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ബാലിന് ചെറുതായിട്ടൊന്ന് സൂചന കിട്ടിയിട്ടോ, വീണ്ടും അത് ആവർത്തിച്ചോ, അതുകൊണ്ടാണോ ഇങ്ങനെ? ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ പോവാണ്, ഇനി ഇവിടെ ഞങ്ങൾ നിൽക്കില്ല, ഞാനും ധർമ്മേട്ടനും പോവാന്ന് ഇങ്ങനെ പറയാം. അപ്പം തന്നെ ധർമ്മൻ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, എന്താ സുകന്യ നീ ഇങ്ങനെയൊക്കെ പറയണത്? എവിടെ പോവാൻ? ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല, നീ ഒന്നും മിണ്ടാതിരിക്കുക. സുകന്യ ധർമ്മനെ നോക്കി ഒന്ന് ചെറിയുമ്പം ധർമ്മൻ അങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചത്? സത്യം പറ മിത്രേ, നീ പറ, ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നുമില്ലങ്ങളെ, ഒന്നുമില്ലെന്ന് പറയുമ്പോഴും നിൻ്റെ മുഖത്ത് നല്ല പേടിയുണ്ടല്ലോ, നിൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? നീ എന്തിനിങ്ങനെ പേടിക്കുന്നത്? പറയാൻ. അപ്പോഴാണ് സുകന്യ പറയുന്നത്, ആരും പറഞ്ഞില്ലെങ്കിലും എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ, എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചു, അത്ര തന്നെ. വീണ്ടും ആകാശ് കുടിച്ചിട്ട് എന്നെ വന്നേന്ന് പറയാം. ആണോ ധർമ്മ, സത്യം പറ, ആകാശ് വീണ്ടും കുടിച്ചിട്ടാണോ വന്നത്? അല്ല അളിയാ, അത് നിന്നോടാണ് ഞാൻ ചോദിച്ചത്, സത്യം പറഞ്ഞാൽ മാത്രം മതി, കൂടുതൽ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ സുകന്യ പറയണം, ആകാശ് ഏത് അവസ്ഥയിലാണ് വന്നതെന്നുള്ളത് ബാലേട്ടൻ ഇവിടെ നിന്ന് എല്ലാവരോടും ചോദിക്കുന്നതെന്നത് അവിടെ പോയി നോക്കുന്നല്ലേ എന്നും പറഞ്ഞിട്ട് നേരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. ആ സമയത്ത് മീനാക്ഷിയും ആകാശിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അകത്തേക്ക് ചെല്ലുമ്പോൾ
ആ എന്താ ഇവനിങ്ങനെ സെറ്റിൽ ഇവിടെ കിടക്കുന്നത് എന്നിങ്ങനെ സുകന്യ ചോദിക്കുക. ആ അതിപ്പോൾ എൻ്റെ മുറിയിൽ നമ്മുടെ മുറിയില്ലേ നമ്മൾക്ക് എങ്ങനെയാണ് കിടന്നുകൂടാ, അതൊക്കെ കിടക്കാം, പക്ഷേ ഈ രീതിയിൽ ഇങ്ങനെ കിടന്നാൽ ശരിയാവത്തില്ലല്ലോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ദേ ബാലേട്ടൻ വന്നിട്ടുണ്ട്, ബാലേട്ടൻ തന്നെ ചോദിച്ചോളും എന്താന്ന്. അപ്പം മീനാക്ഷി പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കാട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതുപോലെ ആകാശാണെങ്കിൽ തീരെ ബോധമായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യാനുണ്ട്. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.